തീരത്ത് മുങ്ങിയ എൽസ എന്ന കപ്പൽ നമ്മുടെ മാരിടൈം നിയമ പാലനത്തിന്റെ വലിയ വീഴ്ചകളാണ് തുറന്നു കാട്ടിക്കുന്നത്. അപകടശേഷം മീൻ കഴിക്കാമോ എന്ന നിലയിലേക്ക് നമ്മുടെ ചർച്ചകളൊക്കെ വഴിമാറുമ്പോൾ ഏറ്റവും കാതലായ പ്രശ്നമാണ് അവഗണിക്കപ്പെടുന്നത്. കാലങ്ങൾക്ക് മുൻപേ കണ്ടം ചെയ്യേണ്ട കപ്പലിന് എങ്ങനെ സേഫ്റ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതാണ് കാതലായ ചോദ്യം. അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന് കപ്പൽ രജിസ്റ്റർ ചെയ്ത രാജ്യമായ ലൈബീരിയ അറിയിച്ചതോടെ നിസ്സഹായമായി കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയാണ്. കപ്പലിന്റെ ഉടമയുള്ള സ്വിറ്റ്സർലൻഡും അന്വേഷണത്തോട് സഹകരിക്കാത്ത സ്ഥിതിയാണ്. അന്വേഷണം നടത്തേണ്ടതും കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതും ഒക്കെ ഇപ്പോ ഇന്ത്യയുടെ മാത്രം ഉത്തരവാദിത്തവും ജോലിയുമായി മാറിയിരിക്കുന്നു. നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം അവഗണിച്ചാണ് എൽസ ഇന്ത്യൻ തീരത്ത് വിലസിയത്. രാജ്യത്തിന്റെ മാരിടൈം നിയമങ്ങളിലെ പോരായ്മകൾ കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ അപകടം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കപ്പൽ ഛേദം കേരളത്തിന്റെ മാത്രം നഷ്ടമാകുമ്പോൾ. ഈ കപ്പൽ ഛേദം കേരളത്തിന്റെ മാത്രം നഷ്ടമാണ് എന്ന് പറയാൻ അനേകം കാരണങ്ങളുണ്ട്. അതിലൊന്ന്, കൊല്ലം തീരത്ത് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെയും മീൻപിടുത്തമാണ് തടസ്സപ്പെട്ടത് എന്നുള്ളതാണ്. 2, കപ്പലിലുണ്ടായിരുന്ന എണ്ണയും രാസവസ്തുക്കളും ദീർഘകാലത്തേക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. 3, മുങ്ങിയ കപ്പൽ എടുത്തു മാറ്റിയില്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. 4, ഇങ്ങനെ വിദേശ കപ്പലുകളുടെ അപകടം നേരിടാൻ ശക്തമായ നിയമങ്ങൾ ഇന്ത്യയിലില്ല. 5, മുൻപുണ്ടായിട്ടുള്ള കപ്പൽ അപകടങ്ങളിൽ ഉടമകളും നാവികരും അനായാസം രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തുറമുഖങ്ങളിൽ നടത്തിയ പരിശോധനകളിലെല്ലാം പോരായ്മകൾ കണ്ടെത്തിയ ഈ കപ്പലിന് 2025 നവംബർ വരെ പ്രാബല്യമുള്ള സേഫ്റ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. തൂത്തുക്കുടിയിൽ നടത്തിയ പരിശോധനയിൽ 10 മാനദണ്ഡങ്ങളിൽ പരാജയപ്പെട്ട കപ്പലാണിത്. അതാണ് ലൈബീരിയയുടെ പതാകയും പേറി എങ്ങുനിന്നോ കിട്ടിയ സർട്ടിഫിക്കറ്റുമായി സർവീസ് നടത്തിയത്. മാത്രവുമല്ല 2028 വരെ സർവീസ് നടത്താമെന്ന ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കപ്പലിനുണ്ടായിരുന്നു. എന്തുകൊണ്ടും യോഗ്യമെന്ന സർട്ടിഫിക്കറ്റുള്ള ഈ കപ്പലുകൾ മുങ്ങിയതോടെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. തൂത്തുക്കുടിയിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ശരി. കപ്പൽ സർവീസ് നടത്താൻ യോഗ്യമല്ലായിരുന്നു. കപ്പലിന്റെ സുരക്ഷാ സർട്ടിഫിക്കറ്റുകളെല്ലാം വേണ്ടത്ര പരിശോധന നടത്താതെ ലഭിച്ചതുമാണ്. ഇങ്ങനെ കള്ളത്തരങ്ങളിലൂടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി നടത്തുന്ന സർവീസ് തടയാൻ ഇന്ത്യയിൽ നിയമമില്ലേ? ഇന്ത്യയുടെ നിയമത്തിലെ വലിയ പോരായ്മകൾ കൂടിയാണ് ഈ അപകടം പുറത്തു കൊണ്ടുവരുന്നത്. മാരിടൈം നിയമം അനുസരിച്ച് ഈ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദി കപ്പലിന്റെ ഉടമയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെയും പരിശോധനകളുടെയും തീരം വൃത്തിയാക്കലിന്റെയും ഒക്കെ ചെലവ് വഹിക്കേണ്ടതും ഈ കപ്പൽ ഉടമയാണ്. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ് FIR ഇട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കേണ്ടത്. നേവിക്കും കോസ്റ്റ് ഗാർഡിനും ചെലവായ തുകയും കപ്പൽ ഉടമ തന്നെ നൽകണം. സംസ്ഥാന ദുരന്തമായി ഇപ്പോൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമല്ല. കപ്പലിന്റെ സാങ്കേതിക പിഴവും പ്രവർത്തിപ്പിച്ചതിലെ വീഴ്ചകളുമാണ് അപകടത്തിന് കാരണമെന്ന് മാർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ വരുത്തിവെച്ച ദുരന്തം എന്ന് വിളിക്കുന്നത്. കപ്പൽ കമ്പനി തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതും നഷ്ടപരിഹാരം നൽകേണ്ടതും. എൽസ എന്ന കപ്പലിൽ കൊണ്ടുപോയത് ഏറ്റവും അപകടകരമായ കാൽസ്യം കാർബൈഡാണ്. അതും 12 കണ്ടെയ്നറുകളിലായി ഉണ്ടായിരുന്നത് 250 ടൺ. ഇത്രയും അപകടം പിടിച്ച ഒരു ഉൽപ്പന്നം കൊണ്ടുപോകാൻ കപ്പലുകൾക്ക് പ്രത്യേക സ്പെസിഫിക്കേഷൻ ഇന്ത്യയിലില്ല. വെള്ളവുമായി കലർന്നാൽ തന്നെ സ്ഫോടനം നടക്കാവുന്ന വസ്തുവാണ്. മനുഷ്യൻ നേരിട്ടിടപെട്ടാൽ കാഴ്ച പോലും പോയേക്കാം. ത്വക്കിന് അതീവ ഗുരുതരമായ രോഗം ബാധിക്കാം. തൊണ്ടയെയും മൂക്കിനെയും അപകടത്തിലാക്കാം. ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകാം. കാൽസ്യം കാർബൈഡിൽ വെള്ളം ചേർന്നാൽ അസറ്റലൈൻ വാതകവും ഉണ്ടായി വരാം. അസറ്റലൈൻ ആണ് സ്ഫോടകങ്ങൾക്ക് കാരണമായേക്കാവുന്നത്. ഇത്രയും അപകടകരമായ രാസവസ്തു കൊണ്ടുവരുന്ന കപ്പലാണ് നടുക്കടലിൽ വെച്ച് ചരിഞ്ഞതും പിന്നീട് മുങ്ങിപ്പോയതും. 27 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കപ്പൽ അന്ന് ഈ ചരക്കു കപ്പലായിരുന്നത് പിന്നീട് കണ്ടെയ്നർ ഫീഡർ ഷിപ്പാക്കി മാറ്റുകയായിരുന്നു. ഈ രൂപമാറ്റം അനുവദനീയവുമാണ്. പക്ഷേ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രം. എൽസയുടെ കാര്യത്തിൽ 13 തവണയാണ് ഉടമകൾ മാറിയത്. 1ഉം 2ഉം വർഷം കൈവശം വച്ചിരുന്നതിനു ശേഷം ഓരോരുത്തരും കൈമാറുകയായിരുന്നു. ഇതുതന്നെ കപ്പലിന്റെ ശേഷിയെ ബാധിക്കും. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താതെ എങ്ങനെയും വിറ്റഴിക്കുന്ന രീതിയാണ് ഇതുവരെ തുടർന്നു പോകുന്നത്. ഇപ്പോ അപകട സമയത്തുണ്ടായ കാലാവസ്ഥ നോക്കുക. സാധാരണ ആഴക്കടലിൽ ഒക്കെയുള്ള കാലാവസ്ഥ മാത്രമായിരുന്നു കൊച്ചി തീരത്തും ഉണ്ടായിരുന്നത്. ഓഖി പോലെയുള്ള വലിയ കൊടുങ്കാറ്റൊന്നും വീശിയിരുന്നില്ല.
അത്തരം സാഹചര്യങ്ങൾ കൂടി മറികടക്കാനുള്ള ശേഷിയാണ് ഓരോ കപ്പലുകളും നിർമ്മിക്കേണ്ടത്. സാധാരണ ഉണ്ടാക്കാറുള്ള കാറ്റിലും തിരയിളക്കത്തിലും പോലും എൽസയുടെ ചട്ടക്കൂടിന് കേട് സംഭവിക്കുകയായിരുന്നു. ഈ അപകടത്തിന് 100% ഉത്തരവാദി ആ കപ്പൽ ഉടമയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. എന്നിട്ടും ഉടമയെ വിചാരണ ചെയ്യാനുള്ള നിയമങ്ങൾക്ക് ഇന്ത്യയിൽ പരിമിതികളുണ്ട്. കേരള തീരത്ത് ഈ അപകടം ഉണ്ടാക്കുന്ന ആഘാതത്തിനുള്ള നഷ്ടപരിഹാരം കൂടി നൽകേണ്ടത് ഉടമയാണ്. മീൻപിടുത്തത്തെയാണ് ഈ അപകടം ഏറ്റവും അധികം ബാധിക്കുക. ഈ മീനിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തെക്കാൾ പ്രധാനമായിട്ട് മറ്റൊന്നുണ്ട്. അപകടം സംഭവിച്ച പ്രദേശം മീൻ ഒഴിവാക്കും എന്നതാണ്. സാധാരണ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചതല്ലാത്ത രാസവസ്തുക്കളാണ് കടലിൽ കലരുന്നത്. ഇതോടെ മീനുകൾ കൂട്ടമായി തീരം മാറുന്നതാണ് ലോകമെങ്ങും കണ്ടിട്ടുള്ളത്. ആത്യന്തികമായി അതിന്റെ ദോഷഫലം അനുഭവിക്കേണ്ടത് മീൻപിടുത്തക്കാരാണ്. പിന്നെ മീൻ ഉപയോഗിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനതയും. ലൈബീരിയയുടെ പതാക പേറിയ കപ്പൽ സമാനമായി ന്യൂസിലാൻഡിലും അപകടത്തിൽപ്പെട്ടിരുന്നു. അന്നും ഈ കേസുമായി സഹകരിക്കാൻ ലൈബീരിയ തയ്യാറായില്ല. ഇതുപോലെ എണ്ണയും രാസവസ്തുക്കളും ഒക്കെ അന്ന് കടലിൽ കലരുന്ന നില ഉണ്ടായി. അന്നത്തെ അന്വേഷണവും എങ്ങും എത്തിയില്ല. ഈ അപകടങ്ങളെയൊക്കെ തുടർന്ന് പല രാജ്യങ്ങളും നിയമം ഭേദഗതി ചെയ്തു. കപ്പൽ രജിസ്റ്റർ ചെയ്യുന്ന രാജ്യത്തിന് അപകടമുണ്ടായാൽ ഉത്തരവാദിത്തം ഉണ്ടാകണം എന്ന നിലയിലായിരുന്നു ആ ഭേദഗതി. അല്ലാത്ത കപ്പലുകൾക്ക് ആ രാജ്യത്തിന്റെ പരിധിയിൽ സർവീസ് നടത്താൻ അനുവാദമില്ല. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ നിയമം കർശനമായി പാലിക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ചട്ടം കർശനമല്ല. അതിനാൽ തന്നെ കണ്ടം ചെയ്യാറായ കപ്പലുകൾ കെട്ടിവലിച്ചെത്തുന്നത് പോലെ എത്തിക്കുന്ന രീതി ഇപ്പോഴും തുടരുകയാണ്. കപ്പൽ ഉടമകളുടെ അനാസ്ഥയും അഹമ്മതിയും കൊണ്ടുണ്ടായ ഈ അപകടത്തിന് കേരളത്തിന് നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവുകയുള്ളൂ. മീൻപിടുത്തക്കാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് സർക്കാരല്ല, കപ്പലുടമ തന്നെയാണ്. അതിനുള്ള നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.